ഹായ്, ഞാൻ ബൈജു, ജീസസ് ഗോൾഡ് കമ്പിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ താലിച്ചെയിനെ പറ്റി ഒരുപാട് ചെയിൻ ഞാൻ പരിചയപ്പെടുത്തുന്നത്, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഉറപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് ബാക്കി ചെയിൻ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയിനിലേക്ക് നേരിട്ട് പോവാം. അതായത് താലിച്ചെയിന് പറ്റിയ ഉറപ്പുള്ള നല്ല ചെയിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ചെയിൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് നോക്കിയാട്ടെ, ഇത് പിന്നെ ഉറിച്ചെയിൻ എന്നാണ് ഇതിൻ്റെ പണ്ടയുള്ള പേര്. ഇപ്പം അതിൻ്റെ പേര് മാറ്റി ബോളൂറിയായി, ഇപ്പം ബേളൂറിയായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കട്ട വരുന്നതുകൊണ്ട് ഇതിൻ്റെ പേര് ബേളൂറി കട്ട എന്നായി. ഇനി കട്ടയില്ലെങ്കിൽ ബേളൂരി മാത്രമാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ സവിതം ചെയിൻ ആണല്ലോ, സവിതം ചെയിൻ സവിതം കട്ട എന്നെല്ലാം പറയുമ്പോൾ ബേളൂരി. പിന്നെ ഇത് വെച്ചാൽ പണ്ടുള്ള ആൾക്കാർക്കെല്ലാം നല്ല പരിചയമുള്ള ചെയിനാണ് ഉറിച്ചെയിൻ. അത്യാവശ്യം നല്ല ഉറപ്പുള്ള ചെയിനാണ്. അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല, കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ചെയിൻ്റെ കാര്യം. പിന്നെ തയഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും, സ്വാഭാവികമായിട്ട് എല്ലാ ചെയിനും പൊട്ടും പോലെ. പക്ഷേ ഇത് നമ്മൾ ഒരു 3 പവൻ്റെ 4 പവൻ്റെ അല്ലെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാം. മിക്കവാറും കല്യാണത്തിന് താലി ചെയിൻ വെച്ചാൽ 3 പവനാണ് ആൾക്കാർ വാങ്ങുന്നത്, പിന്നെ 2 പവനും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ ഉറപ്പും നമ്മൾ നോക്കണമല്ല. അപ്പോൾ ഒരു ചെയിൻ നമ്മൾ 10ൽ ഏതാണ്ട് 8.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് ഈ ഉറിച്ചെയിൻ അല്ലെങ്കിൽ ബേളൂരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംഗതി. ഇത് മുല്ലച്ചെയിൻ എന്ന് പറയാം. ഒരു കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മുല്ലച്ചെയിൻ. പക്ഷേ ഇത് മുല്ലയല്ല, ചെറിയൊരു മാറ്റം, ആദ്യം മുല്ല എന്നാണ് പറയുക. കാരണം ഈ മുല്ലേൻ്റെ മേലെ ചെറിയൊരു ലവ് ഉള്ളതുകൊണ്ട് ആദ്യം മുല്ല എന്ന് ഇതിൻ്റെ പേര്. പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്, ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച മോഡലാണ്. ആ സമയത്ത് എല്ലാ രംഗത്തിലും മുല്ലച്ചെയിനേ ഉണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ ഇത് ഇപ്പം മെല്ലെ ബാക്കോട്ടേക്കാണ്. വേറൊന്നുമല്ല, ഇതിൻ്റെ ഉറപ്പ് കാരണമാണ്. കാരണം ഇതിൻ്റെ ഉറപ്പ് എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ 10ൽ ഏതാണ്ട് ഒരു 6-5 മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിന്. കാരണം അത്രേ ഇതിൻ്റെ ഉറപ്പുള്ളൂ. നേരെ കണ്ണികളായതുകൊണ്ട് അധികകാലം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ വാങ്ങിയിട്ട് നല്ല യൂസ് ചെയ്യുന്നവർ കുറേ കാലം ഉപയോഗിച്ച ചരിത്രവും ഇതിനുണ്ട് എന്നുള്ളതും എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഇതിൻ്റെ സൗന്ദര്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10ൽ 15 മാർക്ക് കൊടുക്കുക. അത്രയും സുന്ദരനാണ് നമ്മളെ മുല്ലച്ചെയിൻ എന്നുള്ളതാണ് പറയാനുള്ള. അടുത്തത് നോക്കിയട്ടെ, ലോട്ടസ് എന്നാണ് ഇതിൻ്റെ പേര്. ലോട്ടസ് ചെയിന് ഇത് ന്യൂജൻ ആണ്. അതായത് കാണാൻ അതീവ സുന്ദരൻ, ഭയങ്കര കാഴ്ചയാണ്. ഇതിൻ്റെ തൂക്കം 3 പവന് 3 2.5 പവനേ ഉള്ളൂ. പക്ഷേ 3 പവൻ്റെയോ 4 പവൻ്റെയോ കാഴ്ചയുള്ള സാധനമാണ് ലോട്ടസ്. ഇത് നമുക്ക് ഒരുപാട് പോയ മോഡലാണ്. ഇതിൻ്റെ ഉറപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഇത് നല്ല വൃത്തിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും അമർന്ന് പോവുക, കുട്ടികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടുന്നുള്ള കാര്യം കറക്റ്റാണ്. പക്ഷേ ഉറപ്പനക്കൊന്നും അങ്ങനെ തേയ്മാനം കൊണ്ടൊന്നും അങ്ങനെ പൊട്ടുന്നൊന്നുമില്ല. കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലിനാണ്. ഒരുപാട് ആൾ വാങ്ങിയിട്ടുള്ള മോഡലുമാണ് ഈ സാധനം. ഇത് വെച്ചാൽ നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഡോൺ എന്നാണ് പറയുക. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഡോൺ ചെയിൻ. ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചവർക്ക് അറിയാം ഇത് നല്ല ഉറപ്പുള്ള ചെയിനാണ്, കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാര്യം. നല്ല കാഴ്ചയുള്ളൊരു സാധനമാണ്. അപ്പോൾ സെയിം ഡോണിൻ്റെ മുകളിൽ ഒരു എസ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇത്. അപ്പോൾ എന്താ പറയുക, ഉറപ്പ് അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ട് ഇതിന്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആരോഗ്യം എന്താ പറയണ്ടേ, പുറമെ കാണാൻ ജിമ്മനാണെങ്കിലും ഇച്ചിരി ഉപയോഗിച്ചില്ലെങ്കിൽ കഥ ചെയ്യും. നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ കുറേ കാലം ഉപയോഗിക്കേണ്ടത്. എന്തായാലും 10ൽ 5 മാർക്ക് ഞാൻ ഇതിന് കൊടുക്കാൻ പറ്റുക. നമ്മളെ മുല്ലച്ചെയിൻ ഇതെല്ലാം ഏതാണ്ട് ഒരേ കാറ്റഗറിയാണ്. പക്ഷേ മുല്ലേനേക്കാൾ കാഴ്ച കുറച്ചുകൂടി കൂടുതലാണ്. എനിക്കൊന്ന് ഉറപ്പും അല്ല രക്ഷേ, ഉറപ്പും കുറച്ചുകൂടി മുല്ലേനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ലോട്ടസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ 10ൽ 6-6.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ 2.5 പവൻ്റെ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ 2 കണ്ണി വരും, 2 റൗണ്ട് കണ്ണിൻ്റെ മുകളിലാണ് എസ് വരിക. ഇത് തൂക്കം കുറയുമ്പോൾ 1 പവനാകുമ്പോൾ അല്ല, അതിൽ കുറയുമ്പോൾ സിംഗിൾ കണ്ണിലേക്ക് വരും. അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് 2 തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഇതുണ്ട, 2 ഡബിൾ റൗണ്ട് വരുന്നുണ്ട്, മറ്റേതാകുമ്പോൾ സിംഗിൾ റൗണ്ടാണ്. ഇത് ഏതാണ്ട് 1.5 പവനാണ് ഇതിൻ്റെ തൂക്കം, അതുകൊണ്ട് സിംഗിളാണ് വരിക. ഇനി അടുത്തത് കണ്ട, ഇതാണ് ഒറിജിനൽ മുല്ല, പണ്ടേ ഉള്ള മുല്ല. ഞാൻ നേരത്തെ കാണിച്ചത് ആദ്യം മുല്ലയാണ്. ഇത് ഒറിജിനൽ മുല്ലയാണ്. നല്ല എന്താ പറയണ്ടേ, സുന്ദരം എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരനാണ് ഈ സാധനം. പിന്നെ നേരത്തെ മറ്റേ മുല്ലിനെ പറ്റി പറഞ്ഞാൽ ഇതിനെപ്പറ്റിയും പറയണ്ടേ, ഉറപ്പിൻ്റെ കാര്യമല്ല ഇതിനെപ്പറ്റി പറയണ്ടേ. എന്തായാലും മുമ്പേ ഉള്ള മോഡലാണെങ്കിലും ഇപ്പോഴും അത്യാവശ്യം ആൾക്കാർ ചോദിച്ചു വരുന്നൊരു മോഡലാണ്. അതുകൊണ്ട് ഈ മോഡൽ നമ്മുടെ ഷോപ്പിൽ എപ്പോൾ ഉണ്ടാവലുണ്ടെന്നാണ് പറയാനുള്ള. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് സിലോച്ചെയിൻ എന്ന് പറയും. ഇത് സത്യം പറയല്ല, ഉറപ്പെന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പാണ്. എന്നാലോ മോശമില്ലാത്ത കാഴ്ചയുള്ളൊരു മോഡലാണ്. ഇത് 20 ഗ്രാം, അതായത് 2.5 പവനേ ഉള്ള മോശമില്ലാത്ത കാഴ്ചയുണ്ട്. ഇത് വെച്ചാൽ ഫുൾ കമ്പിയാണ് കേട്ടോ, കമ്പിയാണ്. ഉള്ളിങ്ങനെ പൊള്ള പോലെയാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കാഴ്ച ഫീൽ ചെയ്യില്ല. കാരണം ഇത് വലിയ ഓട്ട കാര്യങ്ങളോട് കാഴ്ച ഫീൽ ചെയ്യില്ല. പിന്നെ അത്യാവശ്യം ചേറ് പിടിക്കാൻ സാധ്യതയുള്ള ഒരു ചെയിൻ കൂടിയായത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ പറയില്ല, ഉറപ്പിൻ്റെ കാര്യത്തിൽ ഇതിന് 10ൽ 11 മാർക്ക് വരെ കൊടുക്കുക. അത്രയും ഉറപ്പുള്ള സാധനമാണ്. ശരിക്കും ഒരു 3 പവൻ്റെ 4 പവൻ്റെ എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എക്കാലത്തേക്കുമായി. കാരണം പിടിച്ച് വലിച്ചാൽ ഒരു പൊട്ടൂല. ഞാനത് നോക്കിയിട്ടുണ്ട്.
മുന്നേ ഇതുപോലെ പഴയൊരു സാധനം വിൽക്കാൻ വന്നു 3 പവൻ്റെ. ഞാൻ എൻ്റെ ഉറപ്പ് നോക്കാൻ വേണ്ടി പിടിച്ച് വലിച്ച് ഇതിങ്ങനെ ബലിന്നല്ലാണ്ട് പൊട്ടുന്നില്ല. അത്രയ്ക്ക് സ്ട്രോങ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മോഡലായത് സിലോച്ചെ എന്നാണ് ഇതിൻ്റെ പേര്. എന്തായാലും ഉറപ്പിലെ രാജാവാണ്. പിന്നെ ഇതിൻ്റെ സൗന്ദര്യം ഓരോരാളെ കണ്ണിലാണ്. ചിലയാൾക്ക് ഇത് ബാഗ് ഇഷ്ടപ്പെടാറുണ്ട്, ചില ആൾ ഇത് കാണുമ്പോൾ ഒരു കാഴ്ചയില്ലാത്ത പോലെ എന്നാലും തോന്നുന്നുണ്ട്. കാഴ്ചയില്ലാതെ ഇത് കുറേ ഓൾസോൾസ് ആയതുകൊണ്ട് ഉള്ളിൽ പോലുള്ള പോലെ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇത് ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഉരുണ്ടിട്ടാന്നല്ല. അപ്പോൾ ഉരുണ്ടൊരു സാധനം നമ്മളെ മേത്തിടുമ്പോൾ ഒരു അസ്വസ്ഥത എന്നുള്ളൊരു സംഗതി ഇത് ഇടുന്നവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ സ്ഥിരം ഇടുമ്പം അത് മനസ്സിലാവില്ല. നേരെ മറിച്ച് നമ്മൾ പരന്ന ടൈപ്പ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ലോട്ടസ് പോലത്തെ ഇതെല്ലാം മേത്തിടാൻ നല്ല പറ്റി നിൽക്കുന്നതുകൊണ്ട് അധികം ഫീൽ ചെയ്യില്ല. കാരണം ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ലേഡീസ് എല്ലാം ബ്ലൗസ് ടൈറ്റ് ബ്ലൗസിൻ്റെ ഉള്ളിലാകുമ്പോൾ ഇത് വണ്ണം കൂടുതലായതുകൊണ്ട് അവിടെ കല വരാനുള്ള ചാൻസ്, അസ്വസ്ഥത ഉണ്ടാവാൻ സാധ്യതയുള്ളതാണെങ്കിലും ഇതിൻ്റെ ഉറപ്പ് മാനിച്ച് ഒരുപാട് ആൾ ഇന്നും വാങ്ങലുണ്ട്, അന്നും വാങ്ങലുണ്ട്, പണ്ട് വാങ്ങിയവർ ഇന്നും ഉപയോഗിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള. വീഡിയോ കാണുന്നവർ ഇത് ഉപയോഗിച്ചവരാണെങ്കിൽ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത് നോക്കിയാട്ടെ, സെയിം സാധനം തന്നെ സിലോച്ചെയിൻ തന്നെ. പക്ഷെ എന്നാ ഇതിനൊരു കട്ട വരും, വേറൊന്നുമില്ല. നേരത്തെ പറഞ്ഞ സിലോനെ പറ്റിയുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളെങ്കിലും ഉറപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നി ഇത് 10ൽ ഒരു 9.5 മാർക്കിലേക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഇടയ്ക്ക് കട്ട വരുന്നത് കൊണ്ട് തേയ്മാനം ചെറുങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ലെങ്ത്ത് വരുന്നത് കൊണ്ട് ഒരു ലെങ്ത്തായിട്ട് ആ കട്ട വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ സൈഡ് തേയ്മാനം വരാൻ ചാൻസ് കൂടുതലാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ സാധാ സിലോനേക്കാൾ ഒരു 1/2 പോയിൻ്റ് മാർക്ക് ഉറപ്പിൻ്റെ കാര്യത്തിൽ ഇതിനെ നമുക്ക് കുറക്കേണ്ടതുണ്ട്. പക്ഷേ സ്റ്റൈലൊന്ന് മാറി, കാരണം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ, അങ്ങനെ സ്റ്റൈലൊന്ന് മാറിയിട്ട് ഈ ഒരു ചെയിന് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പോകുന്നൊരു മോഡലിലാണ് ഇതെന്നാണ് പറയാനുള്ള. പിന്നെ ഒരു സുന്ദര ചെയിൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടും യൂസ് ചെയ്യലുണ്ട്, ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൾ നല്ല കാഴ്ചയുണ്ട്. ഇത് 2.5 പവനാണ്, പക്ഷേ 2.5 പവന് നല്ല കാഴ്ചയുണ്ട്. പിന്നെ നമ്മൾ സിലോച്ചെയിൻ പോലെയല്ല, ഉരുണ്ടിട്ടല്ല, പരന്നിട്ടാണ്. അതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞല്ല, മേത്തിട്ടാൽ ഇവിടെയുള്ളതാണെങ്കിൽ പറ്റിയാടെ നിന്നോളും, നമുക്ക് വലിയ ശല്യമില്ല. പിന്നെ ഇതങ്ങനെ വരയാനും അങ്ങനെ വരസാനും ഉള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ 10ൽ 10 മാർക്ക് തന്നെ കൊടുക്കാനുണ്ട്. കാരണം അത്രയും ഉറപ്പുള്ള സാധനമാണ് നമുക്ക് പറയാനുള്ള. ഈ സാധനം നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 3 പവൻ്റെ 4 പവൻ്റെ സാധനമെങ്കിൽ കുറേ കാലത്തേക്ക് ചിന്തിക്കണ്ട, ഇത് പൊട്ടുന്ന പ്രശ്നമില്ല. പക്ഷേ എന്താണ് കാണാൻ ഒരു ഗെറ്റപ്പ് എന്തായാലും ഇതിനുണ്ട്. പിന്നെ ഇത് ചെയിനായിട്ട് മാത്രമല്ല, ഇത് പാദസരായിട്ടും ഏറ്റവും കൂടുതൽ പോകുന്നൊരു സാധനമാണ്, വേറൊന്നല്ല. ഇതല്ല പരന്നത് കൊണ്ടും ഇതിൻ്റെ ഉറപ്പ് കൊണ്ടും ഇതിൻ്റെ സ്റ്റൈൽ കൊണ്ടും ഇതേതാണ്ട് പാദസരത്തിനും നല്ലോണം പോകുന്നൊരു മോഡലാണ് നമ്മൾ ഈ റെയിൽ ചെയിൻ എന്നാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ റെയിൽ ചെയിൻ റെയിലാ പറയുക, മറ്റു സ്ഥലങ്ങൾ എന്താ പേരെന്നറിയില്ല. എന്തായാലും ഈ ചെയിനാണ് എനിക്ക് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും. ഞാൻ ഒരു കസ്റ്റമർ വന്നാൽ, കാരണം അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതൽ, ഉപയോഗിക്കാൻ ബെസ്റ്റ്, കുറേ കാലം എത്തുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരോടും പറയൽ നിങ്ങൾ ഇതെടുത്തോ എന്നാ പറയൽ. കുറേ കാലം ഉപയോഗിക്കേണ്ട ആവശ്യത്തിന് എന്നാണ്. അപ്പോൾ ഈ ചെയിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട്. ഇതൊക്കെയാണ് നമ്മൾക്കുള്ള ചെയിന്. വേറെയും ചെയിനുകളുണ്ട്, ഫാൻസി ടൈപ്പെല്ലാം കുറേ ചെയിനുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല, കാരണം അതൊന്നും അത്ര ബലം ഉണ്ടാവില്ല. ഈ കാണുന്ന ചെയിനുകളൊക്കെയാണ് ഞാൻ കൂടുതലും നമ്മളെ ഷോപ്പിൽ കൊടുക്കൽ. കാരണം നമ്മളെ ഷോപ്പിൽ വരുന്നവർ നമ്മൾക്ക് സ്ഥിരം വരുന്നവരാണ്. അവരുപയോഗിച്ച സാധനം പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോശം അവർക്ക് മാത്രമല്ല, അത് നമുക്കാണ്, നമുക്കും അതിൻ്റെ ചീത്തപ്പേരാവുന്നത് കൊണ്ട് ഇതുപോലുള്ള നല്ല മോഡലാണ് നമ്മുടേക്കുള്ള. പിന്നെ നമ്മൾ ഈ മോഡൽ കണ്ടിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ല, നിങ്ങൾക്കിത് എത്ര പോയിൻ്റ് വേണ്ട വെച്ചാൽ ഈ മോളിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും 2-3 ദിവസം കൊണ്ട് അത് നിങ്ങളെ വീട്ടിൽ നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ എന്നാൽ പിന്നെ ശരിയല്ലായിരിക്കും. ഓക്കെ, ബൈ.